രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകൾ വീണ്ടും കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾക്കും അമർഷങ്ങൾക്കും വഴിവെക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയിൽ കോൺഗ്രസിനകത്തുള്ള അമർഷം മറനീക്കി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പലപ്പോഴും നിർണായകമായ ഘട്ടങ്ങളിൽ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ല എന്ന വിമർശനമാണ് കോൺഗ്രസ് എംപിമാർ ഉയർത്തുന്നത്. BJP സർക്കാരിനെതിരെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി പലപ്പോഴും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ, ലോക്സഭയിൽ സംസാരിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ രാജ്യം നിർണായകമായ പല വിഷയങ്ങൾ ഉയർത്തി കാണിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് രാജ്യത്തില്ല എന്നും ആ പ്രതിഷേധത്തിൽ പങ്കാളിയാകുന്നില്ല എന്നുമുള്ള വിമർശനം ഉയരുകയാണ്. പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തി പ്രവർത്തിക്കണം എന്ന ആവശ്യവുമായി കോൺഗ്രസ് MP ഇമ്രാൻ മസൂദ് തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയെ പോലെ കരുത്തയായ പ്രധാനമന്ത്രിയായിരിക്കും പ്രിയങ്ക ഗാന്ധി എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം VBG റാംജി പദ്ധതി അവതരിപ്പിച്ച വേളയിൽ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളെല്ലാം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ BMW കമ്പനിയുടെ പ്ലാന്റിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയരാൻ ഇടയാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് അമർഷമുണ്ട് എന്നാണ് വിവരം. കാരണം രാജ്യം നിർണായകമായ ഒരു പ്രതിഷേധത്തിന് തിരികൊളുത്തുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും മുന്നോട്ട് നയിക്കേണ്ട രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി വിദേശത്ത് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് തന്നെ അമർഷം ഉണ്ട് എന്ന ചില സൂചനകൾ പുറത്തു വരുന്നു. അതേസമയം ശശി തരൂർ MP ആശയക്കുഴപ്പത്തിലാണ് എന്നും ഇമ്രാൻ മസൂദ് MP തുറന്നടിച്ചിരിക്കുകയാണ്. ശശി തരൂരിന് മുഖ്യമന്ത്രിയാകണം, അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് BJP കുറിച്ച് സംസാരിക്കുന്നു എന്നും കേരളത്തിൽ BJPക്ക് ഭാവിയില്ല എന്നതാണ് തരൂരിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് എന്നും ഇമ്രാൻ മസൂദ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഏറെ മാസങ്ങളായി കോൺഗ്രസിനെ വെട്ടിലാക്കി പ്രതികരണങ്ങൾ നടത്തുന്നയാളാണ് ശശി തരൂർ. കഴിഞ്ഞ ദിവസം ബീഹാറിലെ 20 വർഷത്തെ NDA സഖ്യത്തിന്റെ ഭരണത്തെ പുകഴ്ത്തിക്കൊണ്ട് തരൂർ രംഗത്ത് വന്നിരുന്നു. ബീഹാറിൽ വലിയ മാറ്റമുണ്ടായി എന്നാണ് തരൂർ പറഞ്ഞത്. കോൺഗ്രസ് ബീഹാറിൽ വലിയ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുമ്പോഴാണ് തരൂർ NDAയെ പുകഴ്ത്തി ഇങ്ങനെ ഒരു പരാമർശം നടത്തി രംഗത്ത് വന്നത്. തരൂരിനെതിരെയും ഇപ്പോൾ ഇമ്രാൻ മസൂദ് അടക്കമുള്ള MPമാർ കോൺഗ്രസിനകത്ത് അമർഷം പരസ്യമാക്കിയിരിക്കുകയാണ്. കാരണം കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കുന്ന ഇത്തരം പരാമർശങ്ങൾ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തരൂർ നടത്തുന്നത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത് എന്ന ഒരു പരാമർശം തന്നെ ഉണ്ടായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ തരൂരിനെതിരെ കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും നടപടി എടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പരാമർശങ്ങൾ തരൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമായിരിക്കും. എന്നാലും കോൺഗ്രസിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയും തരൂരിനെതിരെയും വിമർശനം ശക്തമാവുകയാണ്. കോൺഗ്രസിനകത്ത് തന്നെ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്.